വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കമന്റ്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേസ് സ്റ്റഡി എന്താണ്, കെയർ പ്ലാൻ എന്താണ്, ഹെൽത്ത് ടോക്ക് എന്താണ്, അവരിങ്ങനെ സെമിനാർസ് ചെയ്യേണ്ടി വരുമോ, ഒരുപാട് പ്രസന്റേഷൻസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ 4 years ഓഫ് നഴ്സിംഗ് ലൈഫിൽ എന്തൊക്കെ പ്രസന്റേഷൻസ് നിങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെന്റ്സ്, കേസ് സ്റ്റഡി എന്താണ്, കെയർ പ്ലാൻ എന്താണ്, ഹെൽത്ത് ടോക്ക് എന്താണ്, ഡാക് പ്രസന്റേഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും ഒരു ടോട്ടൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓരോന്നിനെ കുറിച്ചുമുള്ള ഇൻ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് കേസ് സ്റ്റഡി എങ്ങനെ എഴുതണം, എന്നൊക്കെയുള്ളതും കെയർ പ്ലാൻസ് എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ളതും ചില കെയർ പ്ലാൻസിനെ കുറിച്ചും ഒക്കെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാണ്ട് ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ചാനലിൽ ഉണ്ടാവുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഒരു റെക്കോർഡ്. ഇതെന്റെ OBGയുടെ ഫയലാണ്. ഇതിനെ നമ്മൾ റിക്വയർമെന്റ്സ് ഫയൽ എന്ന് പറയും. OBG റെക്കോർഡ് എന്ന് തന്നെ പറയും. റെക്കോർഡ് വേറെ ഉണ്ട്, അപ്പോൾ നമുക്കിത് റിക്വയർമെന്റ്സ് ഫയൽ എന്ന് പറയാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിക്വയർമെന്റ് ഫയൽ എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ കെയർ പ്ലാനും കേസ് സ്റ്റഡിയും കേസ് പ്രസന്റേഷൻസും ഒക്കെ എഴുതുന്നത്. ഇത് പിക്ചറൈസ്ഡോ അല്ലാതെ പിക്ചറൈസ്ഡ് ആയിട്ടുള്ള കാര്യമോ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതോ ഒന്നുമല്ല ഈ ഒരു റെക്കോർഡിനകത്തുള്ള. ഈ ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് വരച്ച് എഴുതുന്ന A4 സൈസ് ഷീറ്റ്സ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ തന്നെ ബോർഡർ ഇട്ട് A4 സൈസ് ഷീറ്റിൽ നമ്മൾ തന്നെ എഴുതുന്നതാണ് കംപ്ലീറ്റ്. നമ്മളുടെ ഫയൽസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി ഇങ്ങനെ റെക്കോർഡാക്കി ബൈൻഡ് ചെയ്ത് എടുക്കുന്നതാണ്. ഞാൻ ഒരു ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം. കെയർ പ്ലാനും ഒക്കെ പറയുന്ന സമയത്ത് ഞാനിത് ക്യാമറ തിരിച്ച് കാണിച്ചു തരാം ഈ ഒരു റെക്കോർഡ്. ബാക്കിയുള്ള റെക്കോർഡ്സ് ഒന്നും എൻ്റെ ഇല്ല. എല്ലാം ഞാൻ എൻ്റെ ജൂനിയേഴ്സിന് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്ററിനും ഞാൻ ഈ ഒരു റെക്കോർഡൊക്കെ അങ്ങ് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇത് 4 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 ഇയറിലോ ഉള്ള റെക്കോർഡല്ല. ഓരോ സബ്ജക്റ്റ് വൈസ് ആണ് ഈ ഒരു റെക്കോർഡ് വരുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പം അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി അങ്ങനെയുള്ള സ്മോൾ സബ്ജക്ട്സിനൊന്നുമില്ല. അതൊക്കെ സ്മോൾ എന്ന് വെച്ചാൽ കുറച്ച് പഠിക്കാനുണ്ടെന്നല്ല, അങ്ങനെയുള്ള ബേസിക് സബ്ജക്ട്സിനല്ല, സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സിനാണ് ഈ ഒരു റെക്കോർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഉള്ളിലേക്ക് പോവാം. എന്താണ് കെയർ പ്ലാൻ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം. വാട്ട് ഈസ് കെയർ പ്ലാൻ? നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ പേഷ്യൻറ്റിന് ആസ് എ നേഴ്സ് നമ്മൾ കൊടുക്കുന്ന കെയറുമാണ് കെയർ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കെയർ പ്ലാൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യൻറ്റിന് മുന്നേ എന്തെങ്കിലും ഹിസ്റ്ററി ഓഫ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ എന്നുള്ളതും, പ്രസന്റ്ലി ആ പേഷ്യൻ്റ് എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്നും, പേഷ്യൻ്റ് ഇപ്പോൾ എന്തിനാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നേക്കുന്നതെന്നും, പിന്നെയുള്ളത് എന്താ ഈ പേഷ്യൻ്റ് കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ഡീറ്റെയിൽസ്, പേഷ്യൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, എക്സ്റേയോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ. അതിനുശേഷം കെയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ. ആ ഒരു കെയർ പ്ലാൻ എന്ന് പറയുന്നത് ടേബിൾ കണക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കെയർ പ്ലാനിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം. ഫൈനൽ ഇയറിൻ്റെ ഒരു റെക്കോർഡ് മാത്രമേ എൻ്റെ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ കസിനൊക്കെ കൊടുത്തുപോയി. അപ്പം ഞാൻ ആ ഓരോ സബ്ജക്ട്സിൻ്റെയും ഇൻ ഡീറ്റെയിൽസ് വീഡിയോ ഇടുമ്പോഴത്തേക്കും, ഞാൻ കെയർ പ്ലാൻ കേസ് സ്റ്റഡിയൊക്കെ ഇൻ ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിനെ പറ്റിയിട്ട് നല്ല ഒരു കെയർ പ്ലാനിൻ്റെയൊക്കെ ആ ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെയാണ് ഒരു കെയർ പ്ലാൻ വരുന്നത്. ആദ്യം തന്നെ ഹിസ്റ്ററി കളക്ഷൻ, പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. പിന്നെ പ്രസൻ്റ്ലി, പാസ്റ്റ് ആയിട്ടും പ്രസൻ്റ് ആയിട്ടും ഒക്കെ പേഷ്യൻറ്റിൻ്റെ പ്രശ്നം, ഫാമിലി ഹിസ്റ്ററി ഒക്കെ നമ്മൾ എഴുതും. ഇത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൻറ്റിനേറ്റലിൻ്റെ ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ടാണ് ഈ തരത്തിൽ കുറച്ച് വ്യത്യാസം വരുന്നത്. കാരണം ഫീമെയിൽ
ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കെയർ പ്ലാൻ ആണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഫിസിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളും ഒക്കെ എഴുതണം. അവരുടെ അപ്പിയറൻസ്, ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഐസ്, നോസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതണം. എല്ലാ കയ്യിലും കാലിലും ഉള്ളതും ഒക്കെ. അതിനുശേഷം സിസ്റ്റം വൈസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഓരോ സിസ്റ്റവും നമ്മൾ എഴുതണം. ഇതേപോലെ കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി, ഓരോ സിസ്റ്റത്തിലും എന്തൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വൈസ് എക്സാമിനേഷൻ നമ്മൾ എഴുതണം. അതിനുശേഷം ഇതേപോലെ അതിനെപ്പറ്റി ഒരു സമ്മറി എഴുതണം, നമ്മുടെ പേഷ്യൻറ്റിൽ കണ്ട മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട്. അതിനുശേഷം ഒരു മെഡിക്കേഷൻ, ഇൻവെസ്റ്റിഗേഷൻസ്, ഇങ്ങനെയുള്ള ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ്, എന്തെങ്കിലും എക്സ്റേയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇതേപോലെയാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് വരുന്നത്. നമ്മൾ ഓരോ ഡയഗ്നോസിസ് വെച്ച് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് പേഷ്യൻറ്റിൻ്റെ സബ്ജക്റ്റീവ് ഡേറ്റ. ഇത് നമ്മൾ കെയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ആ സമയത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ഡയഗ്നോസിസ് എഴുതിയതിന് ശേഷം എന്താണ് ഫൈനലി നമ്മളുടെ ഔട്ട്കം, നമുക്ക് വേണ്ട ഗോൾ എന്താണ്, പിന്നെ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, റാഷണൽ എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തോ ഇല്ലയോ എന്ന് കാണിക്കുന്നത്. അതിനുശേഷം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഫൈനൽ നമ്മുടെ റിസൾട്ട്, എങ്ങനെ പേഷ്യൻ്റ് പെയിനൊക്കെ കുറഞ്ഞോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കെയർ പ്ലാൻ. കെയർ പ്ലാനിൻ്റെ ഇൻ ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ 2-3 കെയർ പ്ലാൻസ് നമ്മളിങ്ങനെ എഴുതും. അങ്ങനെ കെയർ പ്ലാൻ എഴുതിയതിന് ശേഷം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആ പേഷ്യൻറ്റിന് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിലൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എഴുതുക. നമ്മൾ ആ പേഷ്യൻറ്റിന് എന്തൊക്കെ ചെയ്തു എന്നത് വെച്ചൊരു പ്രോഗ്രസ് നോട്ടൊക്കെ എഴുതണം. അതിനുശേഷം ഒരു കൺക്ലൂഷൻ, റെഫറൻസ് ഒക്കെ എഴുതി. ഇതൊക്കെയാണ് ഒരു കെയർ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു കെയർ പ്ലാനിൽ നമ്മൾ ഇതേപോലെ കോളം വരച്ചിട്ട് ഒരു 5 എണ്ണം എഴുതാൻ പറയുന്ന കോളേജസ് ഉണ്ട്. ഒരു 3 എണ്ണം എഴുതിയാൽ മതി എന്ന് പറയുന്ന കോളേജസും ഉണ്ട്. അതൊക്കെ ഓരോ കോളേജസിനനുസരിച്ചാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കോളേജസിൽ ഒരു കേസ് പ്രസന്റേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡിയിൽ ഇതേപോലെ കോളം വരച്ചിട്ട് എഴുതാനായിട്ട് 10 എണ്ണമൊക്കെ എഴുതാൻ പറയും. അപ്പോൾ ഇതാണ് കെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഉള്ള റിക്വയർമെന്റ്സിൽ ഇത് ചെറുത് കെയർ പ്ലാൻ ആണ്. ഇനി അടുത്ത് നമുക്ക് കേസ് സ്റ്റഡിയിലേക്ക് പോവാം. അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്നോ കെയർ സ്റ്റഡി എന്നോ പറയും. ഇതെന്താണ്? കെയർ പ്ലാൻ നമ്മൾ എഴുതിയില്ലേ, ഈ ഒരു പ്ലാൻ അല്ലാതെ അഡീഷണൽ ആയിട്ട് ആ പേഷ്യൻറ്റിന് ഉണ്ടായ ഡിസീസ് കണ്ടീഷൻ കൂടെ നമ്മൾ പഠിച്ച് അതിനുള്ളിലേക്ക് എഴുതി വെക്കുന്നതാണ് കേസ് സ്റ്റഡി. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഒരു കെയർ പ്ലാൻ, അതിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ, മെഡിക്കേഷൻ വരെ അതിലുള്ളതുപോലെ എഴുതണം. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ മെഡിക്കേഷൻസും എഴുതി. ഇനി കേസ് സ്റ്റഡിയിലും കേസ് പ്രസൻറ്റേഷനിലും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു മെഡിക്കേഷൻ ഉണ്ടല്ലോ, ആ മെഡിക്കേഷനൊക്കെ ഇൻ ഡീറ്റെയിൽ ഡ്രഗ് ഫയൽ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. എങ്ങനെയാണ് ആ ഡ്രഗ് കൊടുക്കേണ്ടത്, ആ ഡ്രഗിൻ്റെ ആക്ഷൻ എന്താണ്, എപ്പോഴൊക്കെ കൊടുക്കണം, എപ്പോഴൊക്കെ കൊടുക്കാൻ പാടില്ല, സൈഡ് എഫക്ട്സ് എന്താണ്, നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇങ്ങനെ ഒരു ഡ്രഗ് ഫയൽ നമ്മൾ എഴുതും. അതുപോലെ തന്നെ കേസ് സ്റ്റഡിയിലും കേസ് പ്രസൻറ്റേഷനിലും മാത്രം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പോൾ എന്തെഴുതണം? ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫൈബ്രോയിഡ് യൂട്രസ് ആയിരുന്നു. കാരണം ഇത് OBG ഫയലാണല്ലോ, അപ്പോൾ അത് ഫൈബ്രോയിഡ് യൂട്രസ് ആണ്. അപ്പോൾ യൂട്രസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പാർട്ട്, ബോഡി പാർട്ട്. അപ്പോൾ യൂട്രസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒക്കെ എഴുതണം. അതേപോലെ നമ്മൾ ഏതാണോ പാർട്ട്, ആ പാർട്ടിൻ്റെ ഒരു പടം നമ്മൾ വരയ്ക്കണം. അതിനുശേഷം അതിനെ പറ്റിയിട്ടുള്ള ഫിസിയോളജിക്കൽ കാര്യങ്ങളൊക്കെ, അപ്പം മെൻസ്ട്രൽ സൈക്കിളാണ്, അതിന് ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഫങ്ഷൻസ്, ഇതിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസും അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഡിസീസ് കണ്ടീഷനെ പറ്റി എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ലങ് ക്യാൻസർ അങ്ങനെയൊക്കെ പല ഡിസീസസ് വരും. അങ്ങനെയാണെങ്കിൽ ഡിസീസ് കണ്ടീഷൻ നിങ്ങൾ ലങ് ക്യാൻസർ എഴുതണം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഫൈബ്രോയിഡ് യൂട്രസ് ആയിരുന്നു ഡിസീസ് കണ്ടീഷൻ. അപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസിനെ പറ്റിയിട്ട് നമ്മൾ എഴുതുക. എന്താണ് ഫൈബ്രോയിഡ് യൂട്രസ്, പിന്നെ ആ ഫൈബ്രോയിഡ് യൂട്രസ് എന്തുകൊണ്ട് വരുന്നു, അപ്പോൾ ഇത് എല്ലാം എഴുതണം. എത്തിയോളജി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാ വരാനുള്ള സാധ്യതകളും എഴുതണം. പക്ഷേ എൻ്റെ പേഷ്യൻറ്റിന് വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞാൻ പ്രസൻ്റ് എന്ന് എഴുതും. അപ്പോൾ ഇതെല്ലാം കാരണങ്ങളാണ്, ഫൈബ്രോയിഡ് യൂട്രസ് വരാനുള്ള കാരണങ്ങൾ. പക്ഷേ അതൊക്കെ എൻ്റെ പേഷ്യൻറ്റിന് ആബ്സെൻ്റ് ആണ്, കാരണം ഈ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല വന്നത്. പക്ഷേ ഇവിടെയുള്ള ഇൻക്രീസ്ഡ് ഏജ് ഉണ്ട്, അപ്പോൾ അത് പ്രസൻ്റ് ആണ്. കാരണം
ഇൻക്രീസ്ഡ് ഏജ് കൊണ്ടായിരിക്കാം വന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. അതേപോലെ ടൈപ്പും കാര്യങ്ങളും എല്ലാ ഡിസീസ് കണ്ടീഷൻ്റെ മൊത്തം എഴുതണം. ഇതേപോലെ ബുക്ക് പിക്ചറും പേഷ്യൻ്റ് പിക്ചറും ആയിട്ട് എഴുതണം. ഇതിപ്പോൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, ഇപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതായത് സിംറ്റംസ്, എല്ലാ സിംറ്റംസും എഴുതണം. അതിൽ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എഴുതണം. സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതണം. ഇതുപോലെ ഡിസീസിനെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്ന ഒരു രീതിയാണ് കേസ് പ്രസൻറ്റേഷനിൽ വരുന്നത്. കേസ് പ്രസൻറ്റേഷൻ ആയാലും കേസ് സ്റ്റഡി ആയാലും ഇതുപോലെയാണ്. ലാസ്റ്റായിട്ട് നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ടല്ലോ, കഴിഞ്ഞ കെയർ പ്ലാനിൽ പറഞ്ഞ അതേ കാര്യം ഇവിടെ എഴുതണം. നമ്മൾ ഓപ്പറേഷൻ കണ്ടീഷനുള്ള വല്ല കേസ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ പ്രീ ഓപ്പറേഷനും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ് രണ്ടാക്കി എഴുതേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഡയഗ്നോസിസ് ഇതേപോലെ എഴുതണം. ഞാൻ ഈ റെക്കോർഡൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ആയിരുന്നു. ഇത് OBGയുടെ റെക്കോർഡാണ് വന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ബേബിയൊക്കെ വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതെ, ലേബറും കാര്യങ്ങളും അതെല്ലാം ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു ബുക്കാണ് ഒരു OBGയുടെ ഫയൽ എന്ന് പറയുന്നത്. ഇത്രയും വരും. ഒരു കിഡ്നി പ്രോബ്ലം ആണ് ആ ആൾക്ക്, ഒരു കിഡ്നി റിലേറ്റഡ് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ യൂറിനറി പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യൂറിനറി സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് കിഡ്നി ആണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷനെ കുറിച്ച്, കിഡ്നിയെ കുറിച്ചുള്ളത് ഇൻ ഡീറ്റെയിൽ കൂടെ എഴുതണം. അങ്ങനെ എഴുതണം. എന്നിട്ട് കിഡ്നിയുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് കൂടെ എഴുതി വെക്കണം. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അരച്ച് കലക്കി പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസും പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലവും ആ ഒരു ഡിസീസും പിന്നെ ആ ഡിസീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അനാറ്റമി, ഫിസിയോളജി എല്ലാം ഒരു ഡിസീസ് മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ ഒപ്പം ആ ഒരു ഡിസീസ് വന്ന പേഷ്യൻറ്റിനെ നമ്മൾ പഠിക്കുന്നു. ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കേസ് പ്രസൻറ്റേഷൻ. ഈ സെയിം കേസ് സ്റ്റഡി തന്നെയാണ് കേസ് പ്രസൻറ്റേഷൻ. അതുപോലെ തന്നെ എഴുതുന്ന കാര്യം സെയിം ഡിക്റ്റോ അത് തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മുടെ ടീച്ചർ മാത്രമേ ചിലപ്പോൾ കാണൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെല്ലോ സ്റ്റുഡൻസും കാണും, നമ്മളെ കൂടെയുള്ള കുട്ടികളോ നമ്മുടെ ഫ്രണ്ട്സും കാണും. ആ ഒരു ഇതിൽ ചിലപ്പോൾ നമ്മൾ ആ കേസ് സ്റ്റഡി എടുക്കേണ്ടത് ജൂനിയേഴ്സിൻ്റെ അടുത്തായിരിക്കും. ഇതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ. ആ ഒരു ആരുടെ അടുത്ത് എടുക്കണം എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ കേസ് പ്രസൻറ്റേഷൻ എടുത്തപ്പോൾ കേസ് പ്രസൻറ്റേഷൻ അന്നത്തെ ദിവസം ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു 5-6 പിള്ളേർ കാണും. ആ കുട്ടികളും ഞാനും പിന്നെ ടീച്ചറും കാണും. അപ്പം നമ്മൾ ആ കേസ് പ്രസൻറ്റേഷൻ എടുക്കാനുള്ളത് ആ ഒരു 5 സ്റ്റുഡൻസ്, ടീച്ചർ, അങ്ങനെയായിരുന്നു നമ്മൾ കേസ് പ്രസൻറ്റേഷൻ എടുത്തത്. ഈ കേസ് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് എടുക്കാന്ന് വെച്ചാൽ, എങ്ങനെയായിരിക്കും ആ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ചെയ്യുക എന്ന്, നിങ്ങളാണ് എൻ്റെ കുട്ടികൾ കേട്ടോ. അപ്പം ഞാനൊരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് all of you. I'm going to take a case presentation. My patient is Miss Jayalakshmi. She is 23 years old and she was diagnosed with fracture. അപ്പോൾ നമുക്ക് എവിടെയാണോ ഫ്രാക്ചർ അവിടെ നമുക്ക് പറയാം ഇതാണ് നമ്മുടെ ഫ്രാക്ചർ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഫ്രാക്ചർ ഇങ്ങനെയായിരുന്നു, ലാസ്റ്റ് ഡേ ഷീ കെയിം വിത്ത് എ പെയിൻ, ഷീ ഫെൽ ഫ്രം ദ സ്റ്റെയർസ്, കാര്യങ്ങളൊക്കെ പറയുക, ആൾക്കൊരു ഡീറ്റെയിൽസ് ഒക്കെ പറയുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെ പറയും, ഇത് നമ്മൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് കേട്ടോ പ്രസൻറ്റേഷൻ എടുക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ എടുക്കാൻ സമ്മതിക്കാറില്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രസൻറ്റേഷൻ എടുക്കുന്നത്. അതിനുശേഷം എങ്ങനെയാ ഡീറ്റെയിൽസ് ഒക്കെ പറയും. അതിനുശേഷം now let's move on to the disease condition, that's fracture. So fracture, idana definition, these are the etiological factors. Inne and my patient fell from the stairs, so her etiology is trauma. Okay, അപ്പോൾ എല്ലാ കണ്ടീഷനും എങ്ങനെയൊക്കെ നമുക്ക് ഫ്രാക്ചർ ഉണ്ടാവാന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് എൻ്റെ പേഷ്യൻറ്റിന് എന്തുകൊണ്ട് ഫ്രാക്ചർ വന്നു, അതിനകത്തുനിന്ന് ഒരെണ്ണം കാരണമാണ് എൻ്റെ പേഷ്യൻറ്റിന് ഫ്രാക്ചർ വന്നത്. അപ്പോൾ ട്രോമ കാരണമാണ് എൻ്റെ പേഷ്യൻറ്റിന് ഫ്രാക്ചർ വന്നത്. ഇതെല്ലാം ഇനി സിംറ്റംസ് എന്തൊക്കെയാണ്, now the patient is fine വരെയുള്ള കാര്യങ്ങൾ പറയുക. Now the patient is experiencing pain, she is having swelling, she is facing discomfort due to the bandages. ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഡയഗ്നോസിസ് പറയാം. ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത കെയർ ഇന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പെയിൻ കുറഞ്ഞു, സ്വെല്ലിംഗ് കുറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയാണ് നമ്മൾ കേസ് പ്രസൻറ്റേഷൻ എടുക്കുന്നത്. കുട്ടികൾ നമ്മൾ നിങ്ങൾക്ക് ഓഡിയൻസ് ആരാണോ ഇരിക്കുന്നത് ആ കുട്ടികൾ നമ്മളോട് ഡൗട്ട് ചോദിക്കും, നമുക്ക് ആ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം ഒരു എഫക്റ്റീവ്
പ്രസന്റേഷൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് AV എയ്ഡ്സും കൂടെ ചെയ്യും. എന്താണ് AV എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കാര്യം ബള ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് പോയതേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് ഹെഡിങ് ആയിട്ട് ഇവിടെ ഒരു ടൈപ്പ് ചെയ്ത് ഞാൻ അവിടെ ഒരു ലെറ്റേഴ്സ് ഇതുകൂടെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അത് നിങ്ങൾ കാണുക അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അതേപോലെ കാണാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് AV എയ്ഡ്സ്. അതിന് നമുക്ക് ചാർട്ട്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ചാർട്ട് എഴുതാനും ഫ്ലാഷ് കാർഡ്സ് എഴുതാനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ട്സ് യൂസ് ചെയ്യാം, ഫ്ലാഷ് കാർഡ്സ് ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ മടക്കി വെക്കുന്ന പേപ്പർ പോലെ നമുക്ക് തുറന്ന് വായിക്കാൻ പറ്റുന്ന അതേപോലെ പാംലെറ്റ്സ്, ലീഫ്ലെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മടക്കി നമുക്ക് ചാർട്ട് വെക്കാം. ചാർട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിലുള്ള കുറച്ച് ചാർട്ട്സ്, അങ്ങനെ പല 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 രീതികളിൽ നമുക്ക് AV എയ്ഡ്സ് ഉണ്ടാക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് AV എയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഫ്ലിപ്പ് ചാർട്ട്, അങ്ങനെ ഒത്തിരി AV എയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഈ വക AV എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് കേസ് പ്രസന്റേഷൻ. ഇനിയുള്ള വീഡിയോയിൽ ഞാനൊരു കംപ്ലീറ്റ് കേസ് പ്രസന്റേഷൻ ഞാൻ ചെയ്തതുപോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ ഒരു ഇൻ ഡീറ്റെയിൽ, ഇതിപ്പോൾ ഒന്നും ആയില്ല, ഒരു കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത് ഇനിയുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട്. അപ്പോൾ അത് ഇനി അടുത്ത് എന്താ ഉള്ളത്? ഇനിയുള്ളത് ഹെൽത്ത് ടോക്കാണ്. ഹെൽത്ത് ടോക്ക് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയും. അതെന്താ സംഭവം? ഈ സെയിം രീതിയിൽ തന്നെ നമ്മളുടെ AV എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ടീച്ചർ ഒരു സബ്ജക്റ്റ് തരും. ഒരു ക്ലിനിക്സിൽ പോകുന്നതിന് ഒരു 2 ദിവസം മുന്നെയോ 3 ദിവസം മുന്നെയോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നെയോ അല്ലെങ്കിൽ ഒരു മാസം മുന്നെയോ നമുക്കൊരു ടോപ്പിക്ക് തരും. ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ എഴുതി തയ്യാറാക്കി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഹെൽത്ത് ടോക്ക്. നമ്മൾ ഒന്നുകിൽ പേഷ്യൻസിന്, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ PHCയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ കാണുമല്ലോ, ബൈസ്റ്റാൻഡേഴ്സും പേഷ്യൻസും ഒക്കെ കാണുമല്ലോ. അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് ഈ ഒരു ഹെൽത്ത് ടോക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സെക്കൻഡ് ഇയർ നമ്മുടെ മംഗലാപുരത്തൊക്കെ PHC ഉണ്ടല്ലോ, ആ ഒരു PHCയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അന്ന് എസ്പെഷ്യലി അന്ന് വാക്സിനേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന പാരൻസ്, പിന്നെ ഡോക്ടറിനെ കാണാൻ വന്നവർ, അവരുടെ കൂടെ വന്നവർ, അങ്ങനെ ഒരു ഹാള് മുഴുവൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഹാള് മുഴുവൻ ആളുകളായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ടോക്ക് എടുത്തത്. ഞാൻ ഭയങ്കര പേടിയായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഭയങ്കര പേടിച്ചൊക്കെയാണ് ആ ഹെൽത്ത് ടോക്ക് എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് കിട്ടിയത് കരൾ രോഗം എന്നുള്ളതാണ്. അപ്പം നമുക്ക് മലയാളത്തിലായിരിക്കും, നമ്മൾ ഏത് നാട്ടിലാണോ നിൽക്കുന്നത് ആ നാട്ടിലുള്ള ലാംഗ്വേജിലായിരിക്കും നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ഇംഗ്ലീഷിൽ കൊടുക്കുന്നവരില്ല. ഇപ്പം നമുക്ക് കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ ഹെൽത്ത് ടോക്ക് എഴുതുന്നത് മലയാളത്തിൽ തന്നെയാണ് എഴുതുന്നത്. നമ്മുടെ മദർ ടങ്ങിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ ഫോർമാറ്റ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിനുള്ളിൽ നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എഴുതുന്നത്. അതിനുള്ളിൽ നമ്മൾ എന്താണ് കരൾ രോഗം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ, കരൾ രോഗം എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ ചികിത്സകൾ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ എഴുതും. എന്നിട്ട് ഇത് അതേപോലെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. ഇനി അടുത്തതായിട്ട് എന്തുണ്ട്? അടുത്തതായിട്ട് കുറച്ച് അസസ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ കാണും. അസസ്മെന്റ് എന്താ? നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പിൽ ഓരോ രീതി അനുസരിച്ചാണ്. ഇപ്പോൾ പീഡിയാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ബോൺ അസസ്മെന്റ് ചെയ്യണം. ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞു വാവകളെ കംപ്ലീറ്റ് ആയിട്ട് അസസ് ചെയ്യുക. കുഞ്ഞു വാവകളുടെ ഹെഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സിമട്രി ആണോ, ചെവിയൊക്കെ ഓക്കെ ആണോ, കണ്ണ് ഓക്കെ ആണോ, ഇങ്ങനെ നമ്മളെ കംപ്ലീറ്റ് ബോഡി പാർട്സ് അസസ് ചെയ്യുന്നതും. ലാസ്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ റിഫ്ലെക്സസ്, നമ്മൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന്റെ ഇവിടെ ഇങ്ങനെ തട്ടി വെക്കുമ്പോൾ കൊച്ചു അറിയാതെ ഇങ്ങനെ കണ്ണടയ്ക്കും. അതിന് നമ്മൾ ബ്ലിങ്കിങ് റിഫ്ലെക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു റിഫ്ലെക്സ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയും. അങ്ങനെ കുഞ്ഞു വാവയ്ക്ക് അതേപോലുള്ള അസസ്മെന്റ്. അണ്ടർ 5 അസസ്മെന്റ് ഉണ്ട്. പിന്നെ അഡോളസൻസിന് അസസ്മെന്റ് ഉണ്ട്.
പ്രീ സ്കൂളേഴ്സിന് അസസ്മെന്റ് ഉണ്ട്, അങ്ങനെ അസസ്മെന്റ്സ്. അതാണ് നമുക്ക് പീഡിയാട്രിക്സിലുള്ള അസസ്മെന്റ്സ്. നമ്മൾ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിലാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു പേഷ്യന്റിന് ഒരു ജീരിയാട്രിക് അസസ്മെന്റ് ആയിരിക്കും, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്കുള്ള അസസ്മെന്റ്സ്. അപ്പോൾ നമ്മളിങ്ങനെ സ്മെല് ചെയ്യാനൊക്കെ കൊടുക്കും, മൂക്കിലൊക്കെ വെച്ച് കൊടുക്കും, ഇത് മണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും, നാക്കിൽ പഞ്ചാരയോ ഒക്കെ ഇട്ട് കൊടുക്കും, എന്താണ് ഞാനിപ്പോൾ തന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പഞ്ചാരയാണെന്ന് ചോദിക്കും, ചിലർ പറയും ഇല്ല എനിക്ക് ഒന്നും തോന്നുന്നില്ല എന്ന് പറയും, എന്ന് വെച്ചാൽ അപ്പോൾ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ജീറിയാട്രിക് അസസ്മെന്റ്സ് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, പ്രഗ്നന്റ്, അത് നമ്മൾ OBGയിലോട്ട് വരുമ്പോഴത്തേക്കും ആന്റിനേറ്റൽ, പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ആന്റിനേറ്റൽ അസസ്മെന്റും പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് പോസ്റ്റ്നേറ്റൽ അസസ്മെന്റും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ നോർമലായിട്ട് ജീരിയാട്രിക് അല്ലാതെ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് കിട്ടിയിരിക്കുന്ന പേഷ്യൻസിന് നമ്മൾ എന്തായാലും ഒരു ഹെൽത്ത് അസസ്മെന്റ് ചെയ്യും, അതിൻ്റെ കൂടെ BP-യും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അസസ്മെന്റ് മാത്രം ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഹെൽത്ത് അസസ്മെന്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ ഒരു കാര്യം പീഡിയാട്രിക്സിലൊക്കെ വരുമ്പോഴത്തേക്കുമാണ് കൂടുതലും അസസ്മെന്റ് മാത്രമായിട്ട് എഴുതുന്നത്. നമ്മൾ അണ്ടർ 5 അങ്ങനെ അസസ്മെന്റ്സ് മാത്രമായിട്ട് എഴുതുന്നത് മിക്കവാറും അവിടെയാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെന്റൽ ഹെൽത്ത് അസസ്മെന്റ്. നമ്മൾ മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനടുത്ത്, ഞാൻ പോയത് ഊളംപാറയാണ് കേട്ടോ, ഊളംപാറ ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പേഷ്യൻസിനെ കണ്ടു. അതിനും നമുക്കൊരു ഫോർമാറ്റും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതരമായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും രൂപം കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെന്റൽ ഹെൽത്തിൽ പോകും. മെന്റൽ ഹെൽത്ത് അടിപൊളിയാട്ടോ, പൊളിയാണ്. മെന്റൽ ഹെൽത്ത് സൂപ്പറാണ്. നമുക്ക് ഈ ഒരു അസസ്മെന്റ് ഒക്കെ ചെയ്യാൻ അടിപൊളിയാണ്. മെന്റൽ ഹെൽത്തിന്റെ ഇൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, കാരണം മെന്റൽ ഹെൽത്ത് ആയിരിക്കും ഏറ്റവും കോമഡി കേൾക്കാനായിട്ട്. അപ്പോൾ അതാണ് മെന്റൽ ഹെൽത്ത്. അങ്ങനെ പല അസസ്മെന്റ്സ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇനി അടുത്തുള്ളത് ഡ്രഗ് പ്രസന്റേഷൻ ആണ്. ഡ്രഗ് പ്രസന്റേഷൻ നേരത്തെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഡ്രഗ് തരും, ഒരു ഡ്രഗിന്റെ പേര് തരും. എനിക്കൊരു പ്രാവശ്യം അഡ്രിനാലിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ റാൻറ്റാസിഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രഗ് ഒരു മരുന്ന് തരും. ആ ഒരു മരുന്നിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ആ മരുന്ന് എന്തിന് യൂസ് ചെയ്യുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, നേഴ്സസ് റെസ്പോൺസ്, ഈ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും നേഴ്സായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത്. കാരണം ഒരു മരുന്ന് ഇത്ര അളവിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പാടില്ല, ഈ ഒരു മരുന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞേ കൊടുക്കാവൂ എന്നൊക്കെയുള്ളത് നേഴ്സ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ആ നേഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആ ഡ്രഗ് ഏതൊക്കെ ഡോസസിൽ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്, എങ്ങനെയൊക്കെ നമുക്കത് പേഷ്യൻറ്റിന് കൊടുക്കാം, എങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മളത് വേറെ ആർക്കും അല്ല, സ്റ്റുഡൻസിന് തന്നെ, നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ജൂനിയേഴ്സിനോ ടീച്ചേഴ്സിന്റെ മുന്നെയോ ആയിരിക്കും നമ്മൾ ഇത്തരത്തിലൊരു ഡ്രഗ് പ്രസന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡ്രഗ് പ്രസന്റേഷൻ. ഇനി അടുത്തുള്ളത് എന്തുവാ, ഓറിയന്റേഷൻ റിപ്പോർട്ട്സും ഏരിയ റിപ്പോർട്ട്സ് ഒക്കെ വരും. അതെന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ മെന്റൽ ഹെൽത്ത് സെന്റർ ഊളംപാറ മെന്റൽ ഹെൽത്ത് സെന്ററിൽ പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊളംപാറ മെന്റൽ ഹെൽത്ത് സെന്ററിന്റെ ഒരു ഓറിയന്റേഷൻ റിപ്പോർട്ട് എഴുതണം. ആ റിപ്പോർട്ട് എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഏരിയാസ് ഒക്കെ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഇപ്പോൾ PHSCയിൽ വല്ലതും നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവുക, ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരിക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് നമ്മൾ പോകുന്നത്, ആ ഒരു സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഓറിയന്റേഷൻ, എല്ലാ സാധനങ്ങളും ഇരിക്കുന്നതും ആ ഒരു ഏരിയ മാപ്പും ഒക്കെ വരച്ചിട്ട് നമ്മൾ ഓറിയന്റേഷൻ റിപ്പോർട്ട് എഴുതും. ഇത് എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ, നമ്മൾ പോകുന്ന ഒരു PHSC കണ്ടാൽ അത് എങ്ങനെ ഇരിക്കും, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും, അതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ്, നമുക്കൊരു ഐഡിയ കിട്ടാനുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുന്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഓറിയന്റേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഏരിയ മാപ്പും റിപ്പോർട്ടും ഒക്കെ പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു ഒരു റെക്കോർഡ് വരും. അതിപ്പോൾ റെക്കോർഡ്സ് എന്ന് പറയുന്നത് മറ്റേ OBGക്കാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു റെക്കോർഡ് വരുന്നത്. അതിൽ നമ്മൾ ലേബർ ചാർട്ടും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യും. അത് നമ്മൾ വഴിയെ പഠിച്ചോളൂ. ഞാൻ ഇത്ര പറഞ്ഞാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് കത്താൻ പോകുന്നില്ല. ഒരു റെക്കോർഡായിരിക്കും. ആ ഒരു റെക്കോർഡിനുള്ളിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രസ്, ഒരു ഡെലിവറി ആവുന്ന പ്രോഗ്രസ്, ആൻറ്റിനേറ്റൽ ചെയ്ത അസസ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ്, പോസ്റ്റ്നേറ്റലിൻ്റെ കുറേ ഡീറ്റെയിൽസ്, ഇൻ ലേബറായിട്ട് ലേബർ റൂമിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ല, ലേബർ റൂമിൽ കിടക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരുടെ എല്ലാവരുടെയും
ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതാണ് ഒരു OBG റെക്കോർഡ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സർവേ റിപ്പോർട്ട്സ്. സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സർവേ റിപ്പോർട്ടിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ വീടുകളോറും നടക്കും. ഒരു വീട്ടിൽ ചെല്ലും, വീട്ടില് നമുക്കറിയൊന്നും ചെയ്യാത്തൊരു ഏരിയയിൽ ഒരു വീട്ടിൽ ചെല്ലും. ആ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ ചോദിക്കും, ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, വീട്ടിൽ കോഴിയുണ്ടോ, പട്ടിയുണ്ടോ, പൂച്ചയുണ്ടോ, എല്ലാം ചോദിക്കും. എന്നിട്ട് വീട്ടിൻ്റെ ചുറ്റും ഒന്ന് നടക്കുക, വീട്ടിൽ അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കണമെങ്കിൽ അതിനെയൊക്കെ തട്ടിക്കളയുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാമിലി റിപ്പോർട്ടൊക്കെ എഴുതും. അതൊക്കെയാണ് നമ്മുടെ സർവേ. അപ്പോൾ വീടുകളിൽ എത്ര പേരുണ്ട്, അവർക്ക് ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, ജീറിയാട്രിക് ആയിട്ടുള്ള വയസ്സായ ആളുകൾ എത്രയുണ്ട്, കുഞ്ഞു പിള്ളേർ എത്രയുണ്ട്, അണ്ടർ 5 എത്രയുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെന്ന് ചോദിക്കും. ഇതൊക്കെയാണ് സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഈ ഒരു ഫാമിലി കെയർ പ്ലാൻ എഴുതും. ഈ കെയർ പ്ലാൻ എഴുതുന്ന സെയിം രീതിയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതിൽ എഴുതുമ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ എടുത്തിട്ടാണ് എഴുതുന്നത്. നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലിയിലുള്ള ഇൻഡിവിജ്വൽ 1, ഇൻഡിവിജ്വൽ 2, ഇൻഡിവിജ്വൽ 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതല്ലാതെ എൻവയോൺമെൻറ്റും ആ ഒരു കെയർ പ്ലാനിൽ വരും. എൻവയോൺമെൻറ്റ് ശരിയല്ല, അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ ശരിയല്ല എങ്കിലും ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എഴുതുന്നതായിരിക്കും കമ്മ്യൂണിറ്റിയിലെ ഒരു കെയർ പ്ലാൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അത് ഇൻ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കെയർ പ്ലാൻസും കേസ് സ്റ്റഡീസും കെയർ പ്രസൻറ്റേഷൻസും ഒക്കെ നമ്മൾ എഴുതാനുള്ളതും ഒക്കെ. അപ്പോൾ ഒരുപാട് പേര് പറയുന്ന കേട്ടുവാണല്ലോ, ഒത്തിരി എഴുതാനുണ്ട്. ഈ കാര്യങ്ങളാണ് ഒരുപാട് എഴുതാനുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇനി ഓരോ സബ്ജക്ട്സിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽസ് ഒക്കെ ഇടും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒന്നും കൂടെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഇനി ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയ്ക്കുള്ളൂ. ടാറ്റാ.